കെ സുഹൈൽ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ചൈനയിലാണ് ഈ വൈറസ് പടർന്നു പിടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നത്. അതായത് കോവിഡ് നമ്മളെ ഏവരെയും ഭീതിയിലാഴ്ത്തിയിട്ട് അല്ലെങ്കിൽ വീടുകളിൽ പൂട്ടിയിട്ട ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ അടക്കമുണ്ടായിട്ട് 5 വർഷം തികയുമ്പോഴാണ് വീണ്ടും ഒരു വൈറസിന്റെ ഭീതി ലോകമാകെ പടർന്നു പിടിക്കുന്നത്. പക്ഷേ ചൈനീസ് ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകുന്നുമില്ല. അവിടെയുള്ള മലയാളികളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരും പറയുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല നിലവിൽ അവിടെയുള്ളത്, അത് പുറത്തു കേൾക്കുന്ന വാർത്തകൾ മാത്രമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വാർത്തകളുടെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ദിവ്യ, പുതിയ വൈറസ് എന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ ഭൂരിഭാഗവും തെറ്റാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈനയിൽ പുതിയ ഒരു വൈറസ് കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രചാരണം. പുതിയൊരു വൈറസ് ചൈനയിൽ എന്ന് മാത്രമല്ല എവിടെയും അപകടകരമായിട്ടുള്ളൊരു പുതിയ വൈറസും ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് HMPV വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വൈറസ് പുതിയ ഒരു വൈറസ് അല്ല. ഇത് 2001 നെതർലാൻഡ്സിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. ഇത് കഴിഞ്ഞ 24 വർഷമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം പോലും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വൈറസാണ് HMPV വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറസ് ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ ഒരു ജലദോഷം, പനി എന്ന രീതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏത് ഇൻഫ്ലുവൻസ സാധനങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ രോഗങ്ങളെ പോലെ തന്നെ ചില രോഗങ്ങൾ മൂർച്ഛിച്ചാൽ അത് മരണം സംഭവിക്കുക നമുക്കറിയാം. അത് ന്യൂമോണിയ അധികമായി മരിക്കുന്നത് അല്ലെങ്കിൽ പനി കാരണം മരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ HMPV വൈറസിന് സാധാരണ രീതിയിൽ വലിയ അപകടകാരിയായ ഒരു വൈറസ് അല്ല എന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ 24 വർഷമായി ഭൂലോകത്ത് ആ വൈറസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കോവിഡുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. 2019 ഈ കോവിഡ് എന്ന് പറയുന്ന വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ചൈനയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ശരി, ഞാൻ സുഹൈലിലേക്ക് വരാം.